ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അനദർ ഹോം വ്ലോഗ്. അപ്പോൾ എല്ലാവരുടെയും ക്രിസ്മസ് ഒക്കെ എവിടം വരെ ആയി? കഴിഞ്ഞ ഒരു വ്ലോഗ് വീഡിയോയിലും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ. എന്തായാലും ക്രിസ്മസ് അടുക്കാറായില്ല, അപ്പം നമ്മൾ എന്തായാലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചു പോകും, ക്രിസ്മസ് ഒക്കെ എവിടം വരെ ആയിരുന്നു. അപ്പോൾ യെസ്, കഴിഞ്ഞ വ്ലോഗിൽ ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു ക്രിസ്മസ് ഹോം ഡെക്കർ ഞാൻ കാണിച്ചിരുന്നു. ഇതുപോലെ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മുടെ കയ്യിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചാണ് ഞാൻ അത് കാണിച്ചത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഇൻക്ലൂഡ് ചെയ്യണത് നമ്മുടെ ക്രിസ്മസ് ട്രീ ആട്ടോ. അപ്പോൾ സാധാരണ എല്ലാവരും എന്താ ചെയ്യുക, പ്ലാസ്റ്റിക്കിൻ്റെ ക്രിസ്മസ് ട്രീ എടുത്ത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യും. പക്ഷേ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ക്രിസ്മസ് ട്രീ എന്ന് പറയുന്നത് വെസ്റ്റേൺ കൺട്രീസിൽ അവർക്ക് കിട്ടുന്ന ഒരു ട്രീ ആണ്. അതിനെയാണ് അവർ ക്രിസ്മസ് ട്രീ ആക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ക്രിസ്മസ് ട്രീ എന്തായിരുന്നു? പണ്ട് കാലത്തൊക്കെ ക്രിസ്മസ് ട്രീ എന്ന് പറയുന്നത് നമ്മുടെ ഉണങ്ങി കിടന്ന ഒരു മരം എടുത്തിട്ട് അതിനെ നിലത്ത് നല്ലോണം കുഴിയൊക്കെ ഇട്ടിട്ട് അതിന് നേരെ വെച്ച് കൊടുത്ത് അതുമ്മേ ലൈറ്റ്സും നക്ഷത്രവും ഹാങ്ങിങ്സും ഡെക്കറേഷൻസും ഒക്കെ ചെയ്തിട്ടാണ് അങ്ങനെ ചെയ്തിരുന്നു കേട്ടോ. പക്ഷെ അത് യൂട്യൂബ് ചാനൽ തുടങ്ങണമെങ്കിൽ മുന്നൊക്കെ ഞാൻ അങ്ങനെ ചെയ്തിരുന്നു. ഇനി ചെയ്യുമ്പോൾ അത് എന്തായാലും ഷെയർ ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു ഫ്രഷ് പ്ലാന്റ് ഉണ്ട്. അതിനെ കോൺ ഷേപ്പ് ആക്കിയെടുത്തൊരു ടൊപ്പിയറി പ്ലാന്റ്സ് എന്നൊക്കെ പറയില്ലേ, അതുതന്നെയാണ് സംഭവം. വയറൊക്കെ ഉപയോഗിച്ച് കോൺ ഷേപ്പ് ആക്കിയിട്ട് അതിനെ മീതെ നമ്മൾ ഈ ഒരു പ്ലാന്റിനെ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ഇതാണ് നമ്മൾ 3 വർഷമായിട്ട് യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ കൊല്ലം എൻ്റെ ശ്രദ്ധ കുറവുകൊണ്ട് കുറച്ച് ഇല കരിഞ്ഞു പോയി. പക്ഷെ എന്നാലും ഞാൻ ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പരമാവധി അതിനെ ബുഷിയാക്കി എടുത്തു കേട്ടോ. ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ.
അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഓൾറെഡി കഴിഞ്ഞ വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഡസ്റ്റിംഗ് ബ്രഷ്. നേരത്തെ ഞാൻ കാണിച്ചല്ലോ ഫാനൊക്കെ ക്ലീൻ ആക്കുന്നത്. അപ്പം അത് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ദിവസം മുന്നേ ആമസോണിൽ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മാസ്റ്റർ ഷോവിൻ്റെ ഈ ഒരു ഇൻസ്റ്റൻറ്റ് നൂഡിൽസ്. ഇത് വീറ്റും കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹെൽത്തി വേർഷനൊക്കെ ആണെന്ന് പറയുന്നത്. പക്ഷേ അത്രയും ഹെൽത്തി ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. പിന്നെ എന്താണ്, ഇത് കൊറിയൻ സ്റ്റൈലാണ്, പല എരിവിൻ്റെ ഉണ്ട്. ഇത് ഡബിൾ എരിവിൻ്റെ ആണെന്നും പറഞ്ഞിട്ടാണ് നമ്മൾ വാങ്ങിച്ചത്. പക്ഷേ എന്താ പറയുക, അത് അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായില്ല. വല്ലപ്പോഴും ഒക്കെ കുട്ടികൾക്ക് ഒരു ഹെൽത്തി വേർഷൻ ഉണ്ടാക്കണം എന്നാണെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിച്ച് നോക്കി ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ലിഡ് കണ്ടോ, ഇതിന് ഓട്ടയുണ്ട്. അപ്പോൾ ഇത് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ഇതിന് വെള്ളം കളയാറാകുമ്പോൾ അതിൽ കൂടെ അങ്ങ് വെള്ളം കളഞ്ഞാൽ മതി. അങ്ങനെ കുറച്ച് പ്രത്യേകതകൾ ഉണ്ടെന്നല്ലാതെ അത്ര വലിയ ടേസ്റ്റ് ഒന്നുമില്ല. മോൾക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല. വല്ലപ്പോഴൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. ഈ കാണുന്നതാണ് സോസ്, കൊറിയൻ സ്റ്റൈൽ സോസ്. പിന്നെ ഇതിന് പീനട്ട്സിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ട്. പിന്നെ ഡ്രൈഡ് സ്പൈസിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ട്.
ഇത് കാണുമ്പോൾ ഒക്കെ രസമുണ്ട്, പക്ഷേ അത്രയും ടേസ്റ്റ് ഇല്ല. പിന്നെ പിള്ളേരെ വെറുതെ ഒന്ന് എന്താ പറയുക, അവർക്ക് കൊതി തോന്നുമ്പോൾ കഴിക്കണം തോന്നുമ്പോൾ ഒന്ന് കഴിക്കാമെന്നുള്ളൂ. അപ്പോൾ ആമസോണിൽ നിന്ന് ഈ സംഭവം ഉണ്ട്, നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ. ഇപ്പോൾ പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ആവുന്നത് കൊറിയൻ സ്റ്റൈൽ സംഭവങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ അവൾക്ക് ഒരു കൊറിയൻ സ്റ്റൈലിൽ മറ്റേ സ്വീറ്റ് ആൻഡ് സ്പൈസി പ്രോൺസ് വിത്ത് റൈസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതൊന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് തലേ ദിവസം തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് എടുത്തപ്പോൾ ഇച്ചിരി കൂടി സ്പൈസിനെസ്സിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി മുളക് പൊടി ആഡ് ചെയ്തു കേട്ടോ. ഇതിന് വേറെ പ്രത്യേകിച്ചൊന്നും വേണ്ട, നമുക്ക് അരിയൊന്നും വേണ്ട. നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഓൾറെഡി ഞാൻ എന്താ പറയുക, അതിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. കുറേ നാളൊക്കെ റെഫ്രിജറേറ്ററിൽ സൂക്ഷിച്ച് വയ്ക്കാവുന്ന രീതിയിൽ. ഇതിൻ്റെ 1 ടേബിൾ സ്പൂൺ നമുക്ക് മതി. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് മാസ്റ്റർ ഷെഫിൻ്റെ ഈ നേരത്തെ ഞാൻ കാണിച്ച ഇൻസ്റ്റൻറ്റ് നൂഡിൽസിൻ്റെ അതേ ബ്രാൻഡിൻ്റെ തന്നെ അവരുടെ സോസ് ഉണ്ട്. അവരുടെ ഗാർലിക് സോസ്, ചൗമീൻ സോസ്, സെജ്വാൻ സോസ്, അങ്ങനെ കുറേ സോസുകളൊക്കെ ഉണ്ട്. ഇതാണ് സംഭവം. അതുപോലെ ഒരു ചില്ലി ഓയിൽ എന്നും വന്നുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വെരി ഈസി ഉണ്ടാക്കാൻ നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപ്പ് വേറെ ഒന്നും ഇടണ്ട കേട്ടോ. ഈ സോസിനകത്ത് നല്ലോണം ഉപ്പുണ്ട്. അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിലും നമുക്ക് അത്യാവശ്യം ഉപ്പിട്ടുണ്ട്. പിന്നെ ഈ മാരിനേഷനിലും നമ്മൾ കുറച്ച് ഉപ്പിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഉപ്പ് കൂടരുത്, ഉപ്പ് ഇടരുതെന്നേ ഞാൻ പറയുള്ളൂ. മാരിനേഷനിൽ കുറച്ച് ഉപ്പിട്ടാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് മല്ലിയിലയോ
അല്ലെങ്കിൽ മിക്സഡ് ഹെർബ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് റൈസ് കൂട്ടി കഴിക്കും. റൈസിന് വേണ്ടി നമ്മുടെ ജീരകശാല റൈസ് തന്നെയാണ് കേട്ടോ. അത് ഇച്ചിരി കൂടി ഇങ്ങനെ എന്താ പറയുക, ഒരു സ്റ്റിക്കി റൈസിൻ്റെ ഫോമിൽ ഞാൻ കുറച്ചും കൂടി അങ്ങോട്ട് വേവിച്ചെടുത്തു. ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു എൻ്റെ ബാത്റൂമിൽ എനിക്ക് വാഷ് ബേസിൻ്റെ സൈഡിലായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു റാക്ക്, അല്ലെങ്കിൽ ഈ എന്താ പറയുക, നമ്മൾ കുറേ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് വേണമെന്ന്. അപ്പോൾ അതാണ് ഈ ഒരു സംഭവം. ഇത് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ആക്കി. ഇത് സെയിം നമ്മുടെ ആ കിച്ചൺ ടവലൊക്കെ നമ്മൾ ഹാങ് ചെയ്യാൻ നമ്മൾ ഓർഡർ ആക്കിയില്ലേ, അതേ സെയിം മെറ്റീരിയലാണ്. അദസീവ് ഹുക്കാണ്, അദസീവ് ഹുക്കാണ് നമുക്ക് ഇതിനകത്തുള്ളത്. അപ്പോൾ നമുക്ക് ഡ്രില്ലൊന്നും ചെയ്യേണ്ട. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ വാങ്ങിച്ചു. എൻ്റെ വാഷ് ബേസിൻ ആകെ എന്താ പറയുക, എല്ലാ സാധനങ്ങളും കൊണ്ട് വാഷ് ബേസിൻ ആകെ മോശമായിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മുടെ വാഷ് ബേസിൻ എപ്പോഴും ക്ലിയർ ആയിട്ട് ഭംഗിയായിട്ട് ക്ലീൻ ആയിട്ടിരിക്കും. ഈ അദസീവ് ഹുക്ക് നല്ല അടിപൊളിയാണ് കേട്ടോ. അത് എവിടെ വേണമെങ്കിലും നന്നായിട്ട് ഒട്ടിക്കോളും. നമ്മൾ സൂക്ഷിച്ച് അതുമേ ഒന്ന് ഒട്ടിച്ചാൽ ഇത് ഇതുപോലെയൊക്കെ ഒന്ന് തിരിഞ്ഞു കൊടുത്താൽ അത് ഒട്ടി നിന്നോളും കേട്ടോ. പക്ഷെ ഞാൻ എത്ര മെഷർമെൻ്റ് എടുത്ത് ഞാൻ നോക്കിയാലും ഞാൻ ചെയ്ത ഒരു ചെറിയ മണ്ടത്തരമാണ്. ഞാൻ രണ്ടാമത്തെ വയറുമേ വെക്കുന്ന രീതിയിലാണ് ഞാൻ ചെയ്തത്. മെഷർമെൻ്റൊക്കെ എടുത്ത് ഞാൻ ഇട്ട് വെച്ചത്. അപ്പോൾ നോക്കിയപ്പോൾ ഇത് ഇതുപോലെ സ്ലാൻഡിങ് ആയിട്ടിരിക്കുന്നു. അപ്പോൾ ആകെ എനിക്ക് മൊത്തത്തിൽ വീണ്ടും അതൊന്ന് ഊരിയെടുക്കേണ്ടി വന്നു. പക്ഷെ എന്തായാലും ഇതും കൊണ്ട് ഞാൻ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഇതിങ്ങനെ ഊരിയെടുത്തതിൻ്റെ പശയൊക്കെ പോകുമെന്ന്. പക്ഷെ ഒട്ടും പോവില്ല കേട്ടോ. ടൈലുമേ പശ നിൽക്കത്തില്ല. പിന്നെ അതുപോലെ ഈ ഹുക്കുമുണ്ടല്ലോ, ആ സാധനം, പ്ലാസ്റ്റിക്കിൻ്റെ സാധനത്തുമ്മേ പശ പോകത്തുമില്ല. അത് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അതിന്ന് ഊരി അതൊന്ന് കറക്റ്റായിട്ടുള്ള പൊസിഷനിൽ വെക്കണം എന്നുണ്ടെങ്കിൽ ഒട്ടും പേടിക്കേണ്ട, നമുക്ക് ഊരി വീണ്ടും ഒട്ടിക്കാവുന്നതാണ്.
അപ്പോൾ ഈ ഒരു സ്റ്റോറേജ് സംഭവം അടിപൊളിയാണ് ട്ടോ. ഇപ്പോൾ അതെൻ്റെ വാഷ് ബേസിനൊക്കെ നല്ല ക്ലീനായി ക്ലിയറായി അവിടെ നല്ല എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റി. ആ ഒരു സ്റ്റോറേജ് ബോക്സിനകത്ത് എല്ലാ സാധനങ്ങളും കൊള്ളും സുഖമായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങി നോക്കാം. ആമസോണിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഓഫർ ഉണ്ടായപ്പോൾ ഞാൻ വേഗം ഓർഡർ ആക്കിയതാണ് സംഭവങ്ങൾ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ക്രിസ്മസ് ട്രീനെ ഒന്ന് ലൈറ്റൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ക്രിസ്മസ് ഫീലൊക്കെ വരണ്ടേ. ഇനിയിപ്പോൾ ഡെക്കറേഷൻസ് ചെയ്യാം. മക്കൾ വന്നിട്ട് ചെയ്യണോ അതോ അതിൻ്റെ മുന്നേ കുറേശ്ശെ ഞാൻ എന്തെങ്കിലും ചെയ്യണോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ലൈറ്റ്സ് വെച്ച് കൊടുത്തു. എത്ര വലിയ പാടൊന്നുമില്ലല്ലോ, ഒന്ന് ചുറ്റിച്ചൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ടോപ്പിയാറി പ്ലാന്റ് ആണ്. ഇത് എന്താണ് ഇതിൻ്റെ പ്ലാന്റ്, ഇതിന് വേണ്ടി ഉപയോഗിച്ചാണ് ചെടി അതാണെന്ന് എനിക്ക് ഈ പേര് ഓർമ്മയില്ല. എന്തായാലും ഒരിടയ്ക്ക് എനിക്ക് തോന്നുന്നു 3 ഇയേഴ്സിന് മുന്നാണ് ഇത് അത്യാവശ്യം ഇങ്ങനത്തെ ടോപ്പിയാറി ഗാർഡൻസിലും ഒക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തൊക്കെ വെച്ച് കണ്ടത്. പ്രത്യേകിച്ച് നൈറ്റ് ടൈം ആകുമ്പോൾ കംപ്ലീറ്റ് ലൈറ്റ്സൊക്കെ നമ്മൾ ചുറ്റി കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരെണ്ണം വാങ്ങി. പിന്നെ നമ്മൾ കെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ അല്ലെങ്കിൽ ക്രിസ്മസ് ട്രീ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സിമ്പിൾ ഹോം വ്ലോഗ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതായിരിക്കും. താങ്ക് യു. പിന്നെ അതുപോലെ അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്.